ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം, അതിൽ 53-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദ്വാവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ജനേഷു പ്രഗണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാര സൂര്യവർച്ചസഃ താംസ്തു സിദ്ധേശ്വരാൻ രാജ വ്യോമ്നോവതരതോർച്ചിഷാ ലോകാനപാപാൻ കുർവത്യ സാനുഗോജഷ്ടലക്ഷിതാൻ തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദുൽസുരിവോത്ഥിതഃ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവ ഗൗരവാദ്യന്ത്രിതസഭ്യപ്രശ്രയാനതകന്ധരഃ വിധിവൽ പൂജയാം ചക്രേ ഗൃഹീതാധ്യർഗണാസനൻ തത്പാദശൗചസലിലൈർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തമാചരൻ മാനയന്നിവ ഹാടകാസന ആസീനാൻ സ്വധിഷ്ണേഷ്വിവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹ ഭവാഗ്രജാൻ. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസീദ് ദുർദർശാനാം ച യോഗിഭിഃ കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ അധന അപി തേ ധന്യാ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാഹ്യർഹ്യവര്യാംബു തൃണഭൂമീശ്വരാവരാഃ വ്യാളാലയദ്രുമാവൈതേപ്യരിക്താഖിലസമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥവിവർജിതാഃ സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലാ ഏവ ബൃഹന്തി ച കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപയേ തസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ ഭവത്സു കുശലപ്രശ്നാത്മാരാമേഷു നേഷ്യതേ കുശലാ കുശലാ യത്ര ന സന്തി മതിവൃത്തയഃ തദഹം കൃതവിശ്രംഭഃ സുഹൃദോ വസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേ തസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത് വ്യക്തമാത്മവദാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാമനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച. പൃഥോസ്തൽ സൂക്തമാകർണ്യസാരം സുഷ്ഠുമിദം മധു സ്മയമാനൈവ പ്രീത്യാ കുമാരപ്രത്യുവാചഃ. സനൽകുമാര ഉവാച. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യത്സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോദിശം അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷപാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാവിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്ദരാത്മനഃ ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ഭിഗ്വിമൃശേഷു ഹേതുഃ അസംഗാത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തൽസമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിദോഷാത്മൻ വിനാഹരേർഗുണ പീയൂഷപാനാത് അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. ഹരേർമുഹുസ്തൽപരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗ സദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ജസാരതി യദാ രതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാനാചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോ ഗൃഹീ ദഗ്ധാശയോ മുക്തസമസ്തതൽഗുണോ നൈവാത്മനോ ബഹിരന്തർവിജഷ്ടേ പരാത്മനോര്യദ്വ്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ
ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യതാ ഇന്ദ്രിയേർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേഃ സ്തംഭസ്ഥോയമിവ ഹൃദാത് ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശ സ്മൃതിക്ഷയേ തദ്രോധം കവയേ പ്രാഹുരാത്മാവന്നവമാത്മനാ നാദപരതരോ ലോകേ പുംസ സ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വമാത്മനഃ സ്വവ്യതിക്രമാത് അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനജ്ഞേനാവിശതി മുഖ്യതാം ന കുര്യാത് കർഹിചിത് സംഗം തമസ്തീവ്രം തിതീർഷുഃ ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്തവിഘാതകം തത്രാപി മോക്ഷയേവാർത്ഥഃ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ പരേവരേ ച യേ ഭാവ ഗുണവ്യതികരാദനു ന തേഷാം വിദ്യതേ ക്ഷേമം ഈശവിധ്വംസിതാശിഷാം തത്വം നരേന്ദ്രജഗദാമഥ തസ്ഥുഷാം ച ദേഹേന്ദ്രിയാസു ധിഷണാത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപദയാ ഹൃദി വിശ്വഗാവി പ്രത്യക്ഷകാസ്തി ഭഗവാൻ സ്തമവേഹി സോസ്മി യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി മായാവിവേകവിധുതി സ്രജിവാഹി ബുദ്ധി തം നിത്യമുക്തപരിശുദ്ധവിബുദ്ധതത്വം പ്രത്യൂഢകർമ്മകലിലപ്രകൃതിം പ്രപദ്യേ യത്പാദപങ്കജപലാശവിലാസഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്തഃ തദ്വന്നരിക്തമതയോ യതയോപി രുദ്ധസ്രോതോ ഗണാ സ്തമരണം ഭജ വാസുദേവം കൃച്ഛ്രോ മഹാനിഹ ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിതീരിഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമംഘ്രിം കൃത്വോടുപം വ്യസനമുത്തരദുസ്തരാർണം മൈത്രേയ ഉവാച ഏവം സ ബ്രഹ്മപുത്രേണ കുമാരേണാത്മമേധസാ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപ രാജോവാച കൃതോ മേനുഗ്രഹപൂർവം ഹരിണാർത്ഥാനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാഃ നിഷ്പാദിതശ്ച കാസ്നേന ഭഗവദ്ഭിർഗൃണാലുഭിഃ സാധൂച്ഛിഷ്ടം ഹി മേ സർവമാത്മനാ സഹ കിം ദദേ പ്രാണാദാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാഃ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം പ്രാണാദാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാഃ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സ്വസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ യൈരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമിഭിഃ പ്രതിപാദിതാ ന തുഷ്യന്വദഭ്രകരുണാസ്വകൃതേന നിത്യം കോ നാമ തൽപ്രതികരോതി വിനോദപാത്രം മൈത്രേയ ഉവാച ത ആത്മയോഗപതയ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്തഃ ഖേ ഭൂവൻ വിശതാം നൃണാം വൈന്യസ്തു ധുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ കർമാണി ച യഥാകാലം യഥാദേശം യഥാബലം യഥോചിതം യഥാ വിത്തമകരോത് ബ്രഹ്മസാത്കൃതം ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗഃ സമാഹിതഃ കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേഃ പരം ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യ ശ്രിയാൻവിതഃ നാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരക്കവത് ഏവമധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർത്തിഷ്യാത്മസമ്മതാൻ വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം സർവേഷാം ലോകപാലാനാം ദധാരൈകപൃഥുർഗുണാൻ. അതാണ് 54ാമത്തെ ശ്ലോകം. അതാണ് എടുക്കാനുള്ളത്. വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം
സർവേഷാം ലോകപാലാനം ദധാരൈക പൃഥുർഗുണാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇങ്ങനെ ആ അധ്യാത്മ യോഗനിഷ്ഠയോട് കൂടിയിട്ട് ആ കർമ്മങ്ങളെയൊക്കെ നിത്യേന അനുഷ്ഠിച്ചു കൊണ്ടിട്ട് ആ പൃഥുമഹാരാജാവ് അർച്ചിസ് എന്നുള്ള പത്നിയിൽ ആ തനിക്ക് തുല്യരായിരിക്കുന്ന ആത്മസമ്പദാൻ തനിക്ക് തുല്യരായിരിക്കുന്ന 5 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പേരുകളാണ് വിജിതാശ്വം, ധൂമ്രകേശൻ, വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ. സർവേഷാം ലോകപാലാനാം എല്ലാവരും എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങൾ എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങൾ അവർ ധരിച്ചിരുന്നു. ഈ 5 പുത്രന്മാർ ആരൊക്കെ? വിജിതാശ്വം, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണം, വൃക്കം. സർവേഷാം ലോകപാലാനം എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ ആ പൃഥു ഒറ്റയ്ക്ക് തന്നെ എന്നാണ് പറയുന്നത്. ദധാരൈക പൃഥുർഗുണാൻ. പൃഥു ഒറ്റയ്ക്ക് തന്നെ അതിനെയൊക്കെ ധരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരി. അപ്പോൾ വിജിതാശ്വം, ധൂമ്രകേശം, ഹര്യക്ഷം, ദ്രവിണം, വൃക്കം സർവേഷാം ലോകപാലാനാം ദധാരൈക പൃഥുർഗുണാൻ. വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ എന്നാണ് 5 പുത്രന്മാരുടെ പേരുകൾ. ഏകഃ താൻ ഒറ്റയ്ക്ക് തന്നെ സർവേഷാം എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ ദധാര ധരിച്ചു. എന്നുകൂടി പറയാം. 5 പുത്രന്മാരുടെ പേരുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഏകഃ താൻ ഒറ്റയ്ക്ക് തന്നെ സർവേഷാം എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ ദധാര ധരിച്ചു. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് വിജിതാശ്വം, ധൂമ്രകേശം, ഹര്യക്ഷം, ദ്രവിണം, വൃക്കം. ഏകഃ സർവേഷാം ലോകപാലാനാം ഗുണാൻ ദധാര. ഏകഃ സർവേഷാം ലോകപാലാനാം ഗുണാൻ ദധാര. അപ്പം അതിൻ്റെ അർത്ഥം വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ എന്നാണ് 5 പുത്രന്മാരുടെ പേരുകൾ. താൻ ഒറ്റയ്ക്ക് തന്നെ ആ എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ ധരിച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അർച്ചിസിൽ വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ എന്നീ നാമധേയമുള്ളവരും തൻ്റെ യോഗ്യതയ്ക്ക് തുല്യരും ആയിരിക്കുന്ന 5 പുത്രന്മാരെ ജനിപ്പിച്ചു. എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ തന്നിൽ തന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ അർത്ഥം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ എന്നീ പുത്രന്മാരാണ് 5 പുത്രന്മാരാണ് ഉണ്ടായത്. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ സർവ്വലോകപാലന്മാരുടെയും ഗുണങ്ങളെ വഹിച്ചു. അപ്പോൾ ഇപ്രകാരം ആ ആത്മനിഷ്ഠയോടുകൂടെ ആ സമുചിത കർമ്മങ്ങളെ ദേശകാലോചിതമായ വിധത്തിൽ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആ ചക്രവർത്തി സ്വഭാര്യയായ അർച്ചിസിൽ വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃക്കൻ എന്നുപേരുള്ള ആത്മതുല്യന്മാരായ 5 പുത്രന്മാരെ ജനിപ്പിച്ചു. ശ്രീഹരിയിൽ നിന്ന് ചലിക്കാതെ ഇരിക്കുന്ന മനസ്സോടു കൂടിയിരിക്കുന്ന ഏകനായ ആ പൃഥു ചക്രവർത്തി ലോകത്തിൽ പ്രാണികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രാദികളായിരിക്കുന്ന 8 ദിക്പാലന്മാരുടെ ഗുണങ്ങളെ അതാത് അവസരത്തിൽ ധരിച്ചു ആണ് പറഞ്ഞിരിക്കുന്നത്. പൃഥു ചക്രവർത്തി ലോകത്തിൽ പ്രാണികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രാദികളായിരിക്കുന്ന 8 ദിക്പാലന്മാരുടെ ഗുണങ്ങളെ അതാത് അവസരത്തിൽ ധരിച്ചു. അതാണ് എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ അദ്ദേഹം ധരിച്ചു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. വിജിതാശ്വം, ധൂമ്രകേശം, ഹര്യക്ഷം, ദ്രവിണം, വൃക്കമേവം ഇങ്ങനെ 5 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു
എന്നിട്ട് സർവ്വലോകപാലാനാം സർവ്വലോകപാലന്മാരുടെയും പൃഥക് പൃഥക് പ്രത്യേകം പ്രത്യേകമുള്ള ഗുണാനേക ഗുണങ്ങളെ ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം ധരിച്ചു. ആ പൃഥ്വിരാജാവ് ദധാര ധരിച്ചു എന്നും കൂടി പറയാം. വിജിതാശ്വം ധൂമ്രകേശം അര്യക്ഷം ദ്രവിണം മൃഗമേവം പുത്രാനുത്പാദ്യ. ഈ 5 പുത്രന്മാരെ വിജിതാശ്വൻ ധൂമ്രകേശൻ അര്യക്ഷൻ ദ്രവിണൻ മൃഗൻ എന്നീ 5 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. സർവ്വലോകപാലാനാം എല്ലാ ലോകപാലന്മാരുടെയും പൃഥക് പൃഥക് പ്രത്യേകം പ്രത്യേകമുള്ള ഗുണാനേകോ ഗുണങ്ങളെ ഏകനായിട്ട് അദ്ദേഹം ധരിച്ചു. ദധാര. എന്നിട്ട് ആ വ്യാഖ്യാനം വന്നിട്ട് വിജിതാശ്വം ധൂമ്രകേശം അര്യക്ഷം ദ്രവിണം മൃഗമേവ പുത്രാനുത്പാദ്യ സർവ്വലോകപാലാനാം പൃഥക് പൃഥക് ഗുണാനേകോ ദധാര എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ഗോപീഥായ ജഗൽ സൃഷ്ടേഃ കാലേ സ്വേ സ്വേച്ഛുതാത്മക മനോവാഗ്വൃത്തിഭിः സൗമ്യൈർ ഗുണൈഃ സംരംജയൻ പ്രജാഃ. ഗോപീഥായ ജഗൽ സൃഷ്ടേഃ കാലേ സ്വേ സ്വേച്ഛുതാത്മക മനോവാഗ്വൃത്തിഭിः സൗമ്യൈർ ഗുണൈഃ സംരഞ്ജയൻ പ്രജാഃ. അച്യുതാത്മക വിഷ്ണുവിൻ്റെ ആ കലാവതാരം ആയിരിക്കുന്ന ആ പൃഥു ചക്രവർത്തി ലോകത്തിലുള്ള ആ ജീവജാലങ്ങളുടെ രക്ഷണത്തിനായിട്ട് അതാത് കാലത്ത് ആ സൗമ്യവും ഗുണപൂർണവുമായിരിക്കുന്ന ആ മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇവയിൽ ആ ജനങ്ങളെ നന്നായിട്ട് രഞ്ജിപ്പിക്കുന്നവൻ ആയി എന്നാണ് പറയുന്നത്. അച്യുതാത്മക വിഷ്ണുവിൻ്റെ കലാവതാരമായിരിക്കുന്ന പൃഥു ചക്രവർത്തി ജഗൽ സൃഷ്ടേഹ ആ ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ ഗോപീഥായ രക്ഷണത്തിനായിക്കൊണ്ട് സ്വേ സ്വേ അതാത് കാലത്ത് കാലേ സൗമ്യൈഹി സൗമ്യവും ഗുണൈഹി ഗുണപൂർണവുമായിരിക്കുന്ന മനോവാഗ്വൃത്തിഭി മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇവയാൽ ആ പ്രജകളെ ജനങ്ങളെ പ്രജാഹ സംരംജയൻ രഞ്ജിപ്പിക്കുന്നവനായി എന്നാണ് ഗോപീഥായ. ഗോപീഥായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷണത്തിനായിട്ട് ജഗൽ സൃഷ്ടേഹേ ആ ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ രക്ഷണത്തിനായിട്ട് കാലേ ആ കാലത്ത് യഥാകാലത്ത് സ്വേച്ഛുതാത്മക വിഷ്ണുവിൻ്റെ കലാവതാരമായിരിക്കുന്ന ആ പൃഥു സ്വേ സ്വന്തം മനോവാഗ്വൃത്തിഭി മനസ്സ് വാക്ക് വൃത്തികൾ ഇവ കൊണ്ട് എങ്ങനെയുള്ളത് സൗമ്യവും സൗമ്യൈഹി ഗുണൈഹി സൗമ്യവും ഗുണൈഹി ആ ഗുണങ്ങളാൽ സൗമ്യമായിരിക്കുന്ന ഗുണങ്ങളാൽ സൗമ്യവും അതുപോലെ ഗുണപൂർണവും ആയിരിക്കുന്ന കർമ്മങ്ങളാൽ സംരഞ്ജയൻ എല്ലാ പ്രജകളെയും നന്നായിട്ട് രഞ്ജിപ്പിക്കുന്നവനായി എന്നാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ അച്യുതാത്മക വിഷ്ണുവിൻ്റെ കലാവതാരമായിരിക്കുന്ന പൃഥു ആ പൃഥു ചക്രവർത്തി ജഗൽ സൃഷ്ടേഹേ ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ ഗോപീഥായ രക്ഷണത്തിനായിട്ട് സ്വേ സ്വേ അതാത് കാലേ കാലത്ത് സൗമ്യൈഹി അസൗമ്യവും ഗുണൈഹി ഗുണപൂർണവും ആയിരിക്കുന്ന മനോവാഗ്വൃത്തിഭി മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇവയാൽ പ്രജാഹ ജനങ്ങളെ സംരഞ്ജയൻ നന്നായിട്ട് രഞ്ജിപ്പിക്കുന്നവനായി. അച്യുതാത്മക വിഷ്ണുവിൻ്റെ കലാവതാരമായിരിക്കുന്ന പൃഥു ചക്രവർത്തി ജഗൽ സൃഷ്ടേഹേ ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ ഗോപീഥായ രക്ഷണത്തിനായിട്ട് സ്വേ സ്വേ അതാത് കാലേ കാലത്ത് സൗമ്യൈഹി സൗമ്യവും ഗുണൈഹി ഗുണപൂർണവും ആയിരിക്കുന്ന മനോവാഗ്വൃത്തിഭി മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇവയാൽ പ്രജാഹ ജനങ്ങളെ സംരഞ്ജയൻ നന്നായിട്ട് രഞ്ജിപ്പിക്കുന്നവനായി. അച്യുതാത്മക പൃഥു ജഗൽ സൃഷ്ടേഹേ ഗോപീഥായ സ്വേ സ്വേ കാലേ സൗമ്യൈഹി ഗുണൈഹി മനോവാഗ്വൃത്തിഭി പ്രജാഹ സംരഞ്ജയൻ. ഒന്നും കൂടി പറയാം. അച്യുതാത്മക പൃഥു ജഗൽ സൃഷ്ടേഹ ഗോപീഥായ സ്വേ സ്വേ കാലേ സൗമ്യൈഹി ഗുണൈഹി മനോവാഗ്വൃത്തിഭി പ്രജാഹ സംരഞ്ജയൻ. അതായത് വിഷ്ണുവിൻ്റെ കലാവതാരമായിരിക്കുന്ന പൃഥുചക്രവർത്തി ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ രക്ഷണത്തിനായിക്കൊണ്ട് അതാത് കാലത്ത് ആ സൗമ്യവും ഗുണപൂർണവുമായിരിക്കുന്ന മനസ്സ് വാക്ക് കർമ്മങ്ങൾ ഇവയാൽ ആ ജനങ്ങളെ നന്നായിട്ട് രഞ്ജിപ്പിക്കുന്നവനായി.
അപ്പോൾ ജഗൽ സൃഷ്ടിയുടെ രക്ഷയ്ക്ക് ഭഗവാനിൽ രമിക്കുന്ന മനസ്സാർന്ന അദ്ദേഹം അതാത് അവസരങ്ങളിൽ ത്രിവിധങ്ങളായിരിക്കുന്ന ത്രിവിധ കരണങ്ങൾ കൊണ്ട്, അതായത് മനസ്സ്, വാക്ക്, ബുദ്ധി, ത്രിവിധ കരണങ്ങൾ കൊണ്ടും തൻ്റെ സൗമ്യ ഗുണങ്ങൾ കൊണ്ടും ആ പ്രജകളെ ആനന്ദിപ്പിച്ച് മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവെന്ന പേർ അന്വർത്ഥമാക്കി. സൂര്യനെപ്പോലെ ഭൂമിയിലെ ധനം സ്വീകരിച്ചുകൊണ്ടും യഥാകാലം തിരികെ വിട്ടും രാജാക്കന്മാരെ തൻ്റെ തേജസ് കൊണ്ട് തപിപ്പിച്ചു. അഷ്ടദിക്പാലന്മാരുടെ ഗുണങ്ങളെ അതാത് അവസരത്തിൽ ധരിച്ചു കൊണ്ടു രാജാവിൻ്റെ ധർമ്മപരിപാലന നിമിത്തം ഇന്ദ്രാദി ലോകപാലന്മാർ അതാതു കാലത്ത് വർഷാദികളെ നൽകി എന്നുള്ളതിനെ അഷ്ടദിക്പാലന്മാരുടെ അംശം രാജാവിനുള്ളതുകൊണ്ട് രാജാവ് തന്നെ ലോകപാലന്മാരുടെ അധികാരത്തെ വഹിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രജകളുടെ ആ ഹിതങ്ങളെ തന്നെ ചിന്തിക്കുകയെന്ന മനോവ്യാപാരം കൊണ്ടും ഹിതമായും മിതമായും സത്യമായും പ്രിയമായും സംസാരിക്കുകയെന്ന വാഗ്വ്യാപാരം കൊണ്ടും സൗശീല്യാദികളായിരിക്കുന്ന മനോഹര ഗുണങ്ങൾ കൊണ്ടും പ്രജകളെ തന്നിൽ ഏറ്റവും രഞ്ജിപ്പിച്ചുകൊണ്ട് ലോകാനന്ദകരമായിരിക്കുന്ന മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവെന്നുള്ള നാമധേയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ധരിച്ചു. സർവലോകങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്നത് കൊണ്ട് ചന്ദ്രന് രാജാവെന്നുള്ള നാമധേയം യഥാർത്ഥമായിരിക്കുന്നത് പോലെ പ്രജാരഞ്ജനം നിമിത്തം യഥാർത്ഥം ആയ രാജാവായിട്ട് ഭവിച്ചുവെന്ന് സാരം. ഇന്നത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ സ മനോവാവൃത്തിഭി, മനസ്സ്, വാക്ക്, വൃത്തി ഇവയിലൂടെ പ്രജാഹ അരഞ്ജയൻ, പ്രജകളെ വേണ്ട വിധത്തിൽ രഞ്ജിപ്പിച്ചു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. സഹ മനോവാവൃത്തിഭി, പ്രഥമാരാജാവ് മനസ്സ്, വാക്ക്, വൃത്തി ഇവയിലൂടെ എല്ലാ പ്രജകളെയും അരഞ്ജയൻ രഞ്ജിപ്പിച്ചു. സഹ മനോവാവൃത്തിഭി പ്രജാ അരഞ്ജയൻ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ കൂടിയിട്ടാണ് 56ഉം 57ഉം. രാജേത്യഥാന്നാമധേയം സോമരാജൈവാപരഃ സൂര്യവദ്വിസൃജൻ ഗൃഹ്ണൻ പ്രതപംശ്ച ഭുവോ വസു. രാജേത്യഥാന്നാമധേയം സോമരാജൈവാപരഃ സൂര്യവദ്വിസൃജൻ ഗൃഹ്ണൻ പ്രതപംശ്ച ഭുവോ വസു. ദുർധർഷസ്തേജസേവാഗ്നിർ മഹേന്ദ്രൈവ ദുർജയഃ തിദിക്ഷയാ ധരിത്രീവ ദ്യൗരിവാഭീഷ്ടദോ നൃണാം. ദുർധർഷസ്തേജസേവാഗ്നിർ മഹേന്ദ്രൈവ ദുർജയഃ തിദിക്ഷയാ ധരിത്രീവ ദ്യൗരിവാഭീഷ്ടദോ നൃണാം. അപ്പോൾ വേറൊരു സോമരാജാവിനെ പോലെ, ചന്ദ്രനെ പോലെ രാജാവ് എന്ന് നാമധേയം, ചന്ദ്രന് രാജാവ് എന്നുള്ള നാമധേയമുണ്ട്. നാമധേയം അത് ധരിക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് ആ ധനത്തെ സ്വീകരിച്ചിട്ട് വിതരണം ചെയ്ത് ആ സൂര്യനെപ്പോലെ തപിപ്പിക്കുന്നവനായി, അഗ്നിയെപ്പോലെ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റാത്തവനായി, ദുർധർഷസ്തേജസേവാഗ്നിർ അഗ്നിയെപ്പോലെ ആ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റാത്തവനായി, മഹേന്ദ്രനെപ്പോലെ ദുർജയൻ ആയി. മഹേന്ദ്ര ഇവ ദുർജയ, അജയ്യനായി, മഹേന്ദ്രനെപ്പോലെ അജയ്യനും. പിന്നെ തിദിക്ഷയാ ധരിത്രീവ, ആ ക്ഷമ കൊണ്ട് ഭൂമിദേവി, ധരിത്രീ ഇവ ഭൂമിക്ക് തുല്യനും. ദ്യൗഹു ധരിത്രീരിവ ദ്യൗഹു ഇവ സ്വർഗം പോലെ നൃണാം ജനങ്ങൾക്ക് അഭീഷ്ടങ്ങളെ നൽകുന്നവനും ആയി തീർന്നു ആ പൃഥ്വിരാജാവ്. അതാണ് ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട്. രാജേത്യഥാന്നാമധേയം സോമരാജൈവാപരഃ സൂര്യവദ്വിസൃജൻ ഗൃഹ്ണൻ പ്രതപംശ്ച ഭുവോ വസു. ദുർധർഷസ്തേജസേവാഗ്നിർ മഹേന്ദ്രൈവ ദുർജയഃ തിദിക്ഷയാ ധരിത്രീവ ദ്യൗരിവാഭീഷ്ടദോ നൃണാം.
അപരഹ വേറൊരു സോമരാജ ഇവ സോമരാജാവിനെ പോലെ രാജ ആ രാജാവ് ഇതി എന്ന് നാമധേയം പേര് ധരിക്കുകയും ചെയ്തു. രാജാവ് എന്നുള്ള നാമധേയം ധരിച്ചു വേറൊരു ചന്ദ്രനെ പോലെ. ഭുവഹ ഭൂമിയിൽ നിന്ന് വസു ധനത്തെ ഗൃഹൻ സ്വീകരിച്ചിട്ട് വിസൃജൻ അത് വിതരണം ചെയ്തും സൂര്യവത് സൂര്യനെ പോലെ പ്രതപൻ തപിക്കുന്നവനും ആയിത്തീർന്നു. അഗ്നിഹി ഇവ അഗ്നിയെപ്പോലെ തേജസ്സുകൊണ്ട് ദുർധർഷ അടുക്കാൻ പറ്റാത്തവനാണ്. മഹേന്ദ്രം ഇവ മഹേന്ദ്രനെ പോലെ ദുർജയനാണ്. ദുർജയ അജയ്യൻ. തിദിക്ഷയ ക്ഷമ കൊണ്ട് ധരിത്രി ഇവ ഭൂമിക്ക് തുല്യനും. ദ്യൗഹു ഇവ സ്വർഗം പോലെ നൃണാം ജനങ്ങൾക്ക് അഭീഷ്ടങ്ങളെ നൽകുന്നവനും ആയിരുന്നു. ഒന്നുകൂടി പറയാം. അപരഹ വേറൊരു സോമരാജ ഇവ സോമരാജാവിനെ പോലെ രാജ ആ പൃഥ്വിരാജാവ് ഇതി എന്ന് നാമധേയം രാജാവ് എന്ന് നാമധേയം പേര് ധരിക്കുകയും ചെയ്തു. ഭുവഹ ഭൂമിയിൽ നിന്നും വസു ധനത്തെ ഗൃഹൻ സ്വീകരിച്ചും വിസൃജൻ വിതരണം ചെയ്തും സൂര്യവത് സൂര്യനെ പോലെ പ്രതപൻ തപിപ്പിക്കുന്നവനായി. അഗ്നിഹി ഇവ അഗ്നിയെപ്പോലെ തേജസ്സുകൊണ്ട് ദുർധർഷ അടുക്കാൻ പറ്റാത്തവനും. മഹേന്ദ്ര ഇവ മഹേന്ദ്രനെ പോലെ ദുർജയ അജയനും. തിദിക്ഷയ ക്ഷമ കൊണ്ട് ധരിത്രി ഇവ ഭൂമിക്ക് തുല്യനും. ദ്യൗഹു ഇവ സ്വർഗം പോലെ നൃണാം ജനങ്ങൾക്ക് അഭീഷ്ടങ്ങളെ നൽകുന്നവനും ആയിരുന്നു ആ രാജാവ്. അപ്പം അപരഹ സോമരാജ ഇവ രാജാ ഇതി നാമധേയം അഥാത് ഭുവഹ വസു ഗൃഹൻ വിസൃജൻ ച സൂര്യവത് പ്രതപൻ അഗ്നിഹി ഇവ തേജസാ ദുർധർഷഃ മഹേന്ദ്ര ഇവ ദുർജയഃ തിദിക്ഷയാ ധരിത്രീ ഇവ ദ്യൗഹു ഇവ നൃണാം അഭീഷ്ടതഃ. അതാണ് വ്യാഖ്യാനം രണ്ടിൻ്റെയും കൂടിയുള്ള. ഇന്നും കൂടി പറയാം. അപരഃ സോമരാജഃ ഇവ രാജാ ഇതി നാമധേയം അഥാത് ഭുവഃ വസു ഗൃഹൻ വിസൃജൻ ച സൂര്യവത് പ്രതപൻ അഗ്നിഹി ഇവ തേജസാ ദുർധർഷഃ തേജസാ ദുർധർഷഃ മഹേന്ദ്ര ഇവ ദുർജയഃ തിദിക്ഷയാ ധരിത്രീ ഇവ ദ്യൗഹു ഇവ നൃണാം അഭീഷ്ടതഃ. അതായത് വേറൊരു സോമരാജാവിനെ പോലെ ചന്ദ്രനെ പോലെ രാജാവ് എന്ന നാമധേയം അദ്ദേഹം ധരിക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും ധനത്തെ സ്വീകരിച്ചിട്ട് അതിനെ വിതരണം ചെയ്ത് സൂര്യനെ പോലെ തപിപ്പിക്കുന്നവനായി, അഗ്നിയെപ്പോലെ തേജസ്സുകൊണ്ട് അടുക്കാൻ പറ്റാത്തവനായി, മഹേന്ദ്രനെ പോലെ അജയ്യനായി, ക്ഷമ കൊണ്ട് ഭൂമിക്ക് തുല്യനും അതുപോലെ സ്വർഗം പോലെ ജനങ്ങൾക്ക് അഭീഷ്ടതങ്ങളെ നൽകുന്നവനുമായി തീർന്നു. അപ്പോൾ എല്ലാ ലോകപാലന്മാരുടെയും ഗുണങ്ങളെ തന്നിൽ തന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഭഗവാങ്കൽ രമിക്കുന്ന മനസ്സോടുകൂടിയ അദ്ദേഹം മനസ്സ്, വാക്ക്, ശരീരം എന്നിവ കൊണ്ടും തൻ്റെ സൗമ്യങ്ങളായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ടും പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനായി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലോകപാലന്മാരുടെ ഗുണങ്ങളെ കൊണ്ട് ആ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെ രക്ഷിപ്പാനാണ് ഇപ്രകാരം ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ചന്ദ്രനെ സോമരാജനെന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ പൃഥുവും രാജാവെന്ന സ്ഥാനത്തിന് അർഹനായി. മാത്രമല്ല ആ ഭൂമിയിലെ ധനത്തെ എടുത്തും യഥാകാലം വിട്ടുകൊടുത്തും ആദിത്യനെ പോലെ തവിപ്പിച്ചു. തേജസ്സുകൊണ്ട് അഗ്നിയെപ്പോലെ അഗ്നി എന്നോണം അടുക്കാൻ പറ്റാത്തവനായി തീർന്നു. മഹേന്ദ്രനെ പോലെ അജയ്യനുമായി തീർന്നു. സഹനശക്തിക്ക് ഭൂമിയോട് തുല്യനും ജനങ്ങൾക്ക് അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നതിനാൽ സ്വർഗതുല്യനുമായിട്ട് തീരുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കാനുള്ള കഴിവുകൊണ്ടാണ് അർക്കവത് എന്ന് പറഞ്ഞത്. ആദിത്യൻ്റെ ഈ കഴിവിന് അവലംബം ആയിട്ട് യുഞ്ജാന പ്രഥമം മനസ്തത്വായ സവിതാ ധിയഃ അഗ്നേർ
നിചായ പൃഥിവ്യാ അധ്യാഭരത്. ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പറയുന്ന ശ്ലോകമാണിത്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കാനുള്ള കഴിവുകൊണ്ട് ആണ് അർക്കവത് എന്ന് പറയുന്നത്. ആദിത്യത്തിൻ്റെ ഈ കഴിവിൻ്റെ അവലംബമായിട്ടാണ് യുഞ്ജാനഹ പ്രഥമം മനസ്തത്വായ സവിതാധിയ അഗ്നേർജ്യോതിർ നിജായ പൃഥിവ്യാ അധ്യാഭരത്. ശ്വേതാശ്വേതര ഉപനിഷത്തിലെ ശ്രുതിപ്രമാണമല്ല. പൃഥുപത്നിയുടെ നാമധേയം അർച്ചിസ് എന്നാണല്ലോ. പൃഥുപത്നിയുടെ നാമധേയം അർച്ചിസ് എന്നാണല്ലോ. അർച്ചിസ് എന്നാൽ അഗ്നിജ്വാല എന്നും അർത്ഥമുണ്ട്. അർച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിജ്വാല എന്നർത്ഥമുണ്ട്. അപ്പോൾ പൃഥുവിന് അർച്ചിസിലുണ്ടായിരിക്കുന്ന 5 പുത്രന്മാർ പഞ്ചാഗ്നികളെപ്പോലെ ജ്വലിക്കുന്നവരായിരുന്നുവെന്നും അർത്ഥമാക്കാം. ശ്രൗതാഗ്നികളായിരിക്കുന്ന ആഹവനീയം, ഗാർഹപത്യം, ദക്ഷിണാഗ്നി ഇവയും വിവാഹാഗ്നിയായിരിക്കുന്ന ഔപാസനവും പാകം ചെയ്യുവാനും മറ്റും സാധാരണ ഉപയോഗിക്കുന്ന ലൗകികാഗ്നിയും ചേർന്നതാണ് പഞ്ചാഗ്നികൾ. ഒന്നുകൂടി പറയാം എന്തൊക്കെ പഞ്ചാഗ്നികൾ എന്നുള്ളത്. ശ്രൗതാഗ്നികളായിരിക്കുന്ന ആഹവനീയം, ഗാർഹപത്യം, ദക്ഷിണാഗ്നി ഇവയും വിവാഹാഗ്നിയായിരിക്കുന്ന ഉപാസനവും പാകം ചെയ്യുവാനും മറ്റും സാധാരണ ഉപയോഗിക്കുന്ന ലൗകികാഗ്നിയും ചേർന്നതാണ് പഞ്ചാഗ്നികൾ. പൃഥു അധ്യാത്മയോഗനിഷ്ഠനായിരിക്കെ എങ്ങനെ പുത്രന്മാരുണ്ടായി എന്ന് ശങ്കിക്കാം. ബ്രഹ്മചര്യത്തെ പറ്റിയിട്ട് മൂന്നാമത്തെ സ്കന്ധത്തിലെ 28ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 7 കൂടിയുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തിൽ പ്രതിപാദിച്ചത് നോക്കണം. സോമരാജൻ എന്ന സംജ്ഞ അത്ര പ്രസിദ്ധമല്ല. രഞ്ജിപ്പിക്കുന്നതിനാൽ രാജാവെന്ന് പറയുന്നു. ഇതിനു പുറമെ രാജാവെന്നതിന് ശോഭിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. രാജാ രാജതേഹേ എന്ന് യാസ്ക നിരുക്തം. രാജ്യദീപ്തൗ എന്ന ധാതുവിൻ്റെ കൃതകൃത് രൂപമാണ് രാജ. ഭാഗവതത്തിലെ സൗമ്യർ ഗുണൈഹി എന്ന പ്രയോഗം ചന്ദ്രന് യോജിക്കും. സൗമ്യഭാവത്തിൽ ശോഭിക്കുന്നവനാണല്ലോ ചന്ദ്രൻ. ആ അർത്ഥത്തിലും സോമരാജൻ. പൃഥുവിനും ഇതേവിധം ശോഭയുണ്ടെന്ന് അർത്ഥം. പിന്നെ ആ ആദിത്യനോട് ഉപമിച്ചു. പൃഥു സാമന്ത രാജാക്കന്മാരിൽ നിന്നും കപ്പം പിരിച്ച് അത് ന്യായമായ അവകാശങ്ങൾക്ക് ചെലവഴിക്കുന്നു. കപ്പം കൊടുക്കുന്നത് അത്ര സമ്മതമല്ലായകയാൽ താപം ആദിത്യപക്ഷത്തിൽ വേനൽക്കാലത്ത് തപിപ്പിച്ച സംഭരിച്ച ജലം വർഷരൂപത്തിൽ വിതരണം ചെയ്യുന്നുവെന്നർത്ഥം. ആദിത്യനാണ് വർഷത്തിൻ്റെ അധിപനെന്ന് 4ാമത്തെ സ്കന്ധത്തിലെ 16ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് പറയുന്നത്. ഐതരേയ ബ്രാഹ്മണ പ്രകാരം വൃത്രാസുരവധാനന്തരം ഇന്ദ്രൻ മഹാഭിഷേകത്തിന് വിധേയനാവുകയും അജയ്യനായിരിക്കുന്ന മഹേന്ദ്രനാവുകയും ചെയ്തു. അഥാത ഇന്ദ്രോ മഹാഭിഷേക അഷ്ടപഞ്ചിക. അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്നതിൽ സ്വർഗതുല്യൻ എന്നാൽ സ്വർഗത്തിലെ കൽപ്പദ്രുമാദികളോട് തുല്യൻ എന്നർത്ഥം. ഇനി മുതൽ ഏകാദശത്തിലെ ദത്താത്രേയ മഹർഷിയുടെ ഗുരുക്കന്മാരുമായിട്ട് ബന്ധം ഉണ്ടെന്നർത്ഥം. പൃഥ്വി വായുരാകാശമാപോ അഗ്നിചന്ദ്രമാ രവി എന്നിങ്ങനെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നു. അപ്പോൾ ഏകാദശത്തിലെ ദത്താത്രേയ മഹർഷിയുടെ ഗുരുക്കന്മാരായിട്ട് ബന്ധം പൃഥ്വി വായുരാകാശം ആപോ അഗ്നിശ്ചന്ദ്രമാ രവി എന്നിങ്ങനെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. 11ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ 33ാമത്തെ ശ്ലോകം. അവരുടെ എല്ലാം ഗുണങ്ങളുടെ ആകത്തുക പൃഥുവിൽ സമന്വയിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം തേജസ്സിനാൽ അഗ്നിയെപ്പോലെ ദുർധർഷനും മഹേന്ദ്രനെ പോലെ ദുർജയനും സഹരശക്തിയാൽ ഭൂമിക്ക് തുല്യനും സ്വർഗം പോലെ സകലർക്കും അഭീഷ്ടം നൽകുന്നവനും ആയിത്തീർന്നു. അതിനു മുമ്പേ തൻ്റെ ആ സൗമ്യ ഗുണങ്ങളെ കൊണ്ട് പ്രജകളെ ആനന്ദിപ്പിച്ച് മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവെന്ന പേർ അന്വർത്ഥമാക്കി. സൂര്യനെ പോലെ ഭൂമിയിലെ ധനം സ്വീകരിച്ചുകൊണ്ടും യഥാകാലം തിരികെ വിട്ടും ആ രാജാക്കന്മാരെ തൻ്റെ തേജസ് കൊണ്ട് തപിപ്പിച്ചു.
അപ്പോൾ അദ്ദേഹം ആ തേജസ്സിനാൽ അഗ്നിയെപ്പോലെ ദുർധർഷനും മഹേന്ദ്രനെ പോലെ ദുർജയനും സഹനശക്തിയാൽ ഭൂമിക്ക് തുല്യനും സ്വർഗം പോലെ സകലർക്കും അഭീഷ്ടം നൽകുന്നവനും ആയിത്തീർന്നു. പ്രജകളുടെ ആ ഹിതങ്ങളെ തന്നെ ചിന്തിക്കുക എന്ന ആ മനോവ്യാപാരം കൊണ്ടും ഹിതമായും മിതമായും സത്യമായും പ്രിയമായും സംസാരിക്കുക എന്ന ആ വാഗ്വ്യാപാരം കൊണ്ടും സൗശീല്യാദികളായിരിക്കുന്ന മനോഹര ഗുണങ്ങൾ കൊണ്ടും പ്രജകളെ തന്നിൽ ഏറ്റവും രഞ്ജിപ്പിച്ചുകൊണ്ട് ആ ലോകാനന്ദകരമായിരിക്കുന്ന മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവെന്നുള്ള നാമധേയത്തെ അർത്ഥവത്താക്കിയിട്ട് ധരിച്ചു. സർവ്വലോകങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്നത് കൊണ്ട് ചന്ദ്രന് രാജാവെന്നുള്ള നാമധേയം യഥാർത്ഥമായിരിക്കുന്നത് പോലെ പ്രജാരഞ്ജന നിമിത്തം യഥാർത്ഥമായിരിക്കുന്ന രാജാവായിട്ട് ഭവിച്ചു എന്ന് സാരം. സൂര്യൻ വേനൽക്കാലത്തിൽ ഭൂമിയിൽ നിന്നും ജലത്തെ ആകർഷിക്കുകയും വർഷകാലത്തിൽ ഭൂമിയിൽ വർഷിക്കുകയും ചെയ്യുന്നത് പോലെ രാജാവ് പ്രജകളിൽ നിന്നും ധനത്തെ കരമായിട്ട് സ്വീകരിക്കുകയും ക്ഷാമകാലങ്ങളിൽ അവർക്ക് തന്നെ തിരികെ കൊടുക്കുകയും ചെയ്തിരുന്നതിനാൽ സാദൃശ്യവും കിട്ടി. ആജ്ഞയെ എങ്ങും നടത്തുന്നതിനുള്ള ശക്തി നിമിത്തം ആർക്കും അതിക്രമിക്കാൻ കഴിയാതിരുന്ന തേജസ്സു കാരണം അഗ്നിക്ക് തുല്യനായിരുന്നു. ശത്രുക്കൾക്ക് ജയിപ്പാൻ അശക്യനായിരുന്നതിനാൽ മഹേന്ദ്രനെ പോലെ പരാക്രമശാലിയായിരുന്നു. അന്യന്മാർ ചെയ്യുന്ന അപരാധത്തെ സഹിക്കുന്ന സ്വഭാവമാകുന്ന ക്ഷമ നിമിത്തം ഭൂമിക്ക് തുല്യനായിരുന്നു. ജനങ്ങളുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നത് കൊണ്ട് നിമിത്തം സ്വർഗത്തിന് തുല്യനും സ്വശക്തിയാൽ വേണ്ടുന്ന സമയം വർഷത്തെ ജനിപ്പിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് നിമിത്തം പർജന്യൻ എന്ന പേരായിരിക്കുന്ന വർഷാധിപര് തുല്യനും ആയിരുന്നു പൃഥു മഹാരാജാവ് എന്നർത്ഥം. ഇന്നത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. കിം ചയഃ പൃഥുർ ധനഗ്രഹണത്യാഗയോഹോ. എന്നാൽ ആ പൃഥു ആ ജനങ്ങളിൽ നിന്നും പൃഥുർധനഗ്രഹണ ധനം കരമായിട്ട് പിരിച്ചിട്ട് അതിനെ അവർക്ക് തന്നെ ത്യജിച്ചു, അവർക്ക് വേണ്ടി തന്നെ അത് വിനിയോഗിച്ചു. ഗ്രഹണത്യാഗയോഹോ സൂര്യവത് നിരഹങ്കാര. സൂര്യനെ പോലെ നിരഹങ്കാരിയായിട്ട് തീർന്നു. അഗ്നിരിവ ദുർധർഷ. അഗ്നിയെ പോലെ അടുക്കാൻ പറ്റാത്ത തേജസ്, അഗ്നിയുടെ അടുക്കാൻ പറ്റാത്ത ആ തേജസ് ഉള്ളവനായിത്തീർന്നു. ഇന്ദ്ര ഇവ. ഇന്ദ്രനെ പോലെ ദുർജയനായിത്തീർന്നു, അജയ്യനായിത്തീർന്നു. അതുപോലെ ക്ഷമയാ. ക്ഷമ കൊണ്ട് ഭൂരിവ. ഭൂമിയുടെ പോലെ. അഭീഷ്ടത സ്വർഗ ഇവ. അഭീഷ്ടങ്ങളെ കൊടുത്തുകൊണ്ട് സ്വർഗത്തെ പോലെ ജനങ്ങൾക്കും അദ്ദേഹം പ്രിയനായിത്തീർന്നു. അപ്പം എന്താണ് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം ഒന്നും കൂടി പറയാം. കിഞ്ചിത് അല്ല കിംജ യഹ പൃഥുർധനഗ്രഹണത്യാഗയോഹോ സൂര്യവത് നിരഹങ്കാരഃ. ആ ധനത്തെ ഗ്രഹിച്ച് അതിനെ അവർക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ അർക്കനെ പോലെ സൂര്യനെ പോലെ നിരഹങ്കാരിയായിട്ട് തീർന്നു. അഗ്നിരിവ ദുർധർഷ. അഗ്നിയെപ്പോലെ അടുക്കാൻ പറ്റാത്ത ആ തേജസ്സുള്ളവനായിട്ട് തീർന്നു. ഇന്ദ്ര ഇവ ദുർജയ. ഇന്ദ്രനെ പോലെ അജയ്യനായി തീർന്നു. ക്ഷമയാ ഭൂരിവ. ക്ഷമ കൊണ്ട് ഭൂമിദേവിയെപ്പോലെ ഉള്ളവനായി തീർന്നു. അഭീഷ്ടത. അഭീഷ്ടങ്ങളായതുകൊണ്ട് സ്വർഗസമാനനായിട്ട് തീർന്നു. അപ്പോൾ അന്നത്തെ വ്യാഖ്യാനം കിംചയഃ പൃഥുർധനഗ്രഹണത്യാഗയോ സൂര്യവത് നിരഹങ്കാര അഗ്നിരിവ ദുർധർഷ ഇന്ദ്രൈവ ദുർജയ ക്ഷമയാ ഭൂരിവ അഭീഷ്ടത സ്വർഗ ഇവ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 58-ാമത്തെ ശ്ലോകം. വർഷതിസ്മ യഥാകാമം പർജന്യൈവ തർപ്പയൻ സമുദ്രൈവ ദുർബോധഃ സത്വേനാചലരാടിവ. വർഷതിസ്മ യഥാകാമം പർജന്യൈവ തർപ്പയൻ സമുദ്രൈവ ദുർബോധഃ സത്വേനാചലരാടിവ.
അപ്പം ഇച്ഛാനുസാരേണ ആ തൃപ്തിക്കൊത്ത വിധം ആ മേഘങ്ങളെ വർഷിച്ചിരുന്നു. ഇച്ഛയ്ക്ക് അനുസരിച്ച് ആ തൃപ്തിക്കൊത്ത വിധം ആ മേഘങ്ങളെ വർഷിച്ചിരുന്നു. സമുദ്രത്തെ പോലെ ആ ഉൾത്തട്ടിൽ ദുർബോധ സമുദ്രത്തെ പോലെ ആ ഉൾത്തട്ട് അറിവാനാകാത്തവനും സത്വേന പ്രഭാവം കൊണ്ട് അചലരാട്ട് ഇവ പർവ്വതരാജാവിനെ പോലെയും ആയിരുന്നു. വർഷതിസ്മ യഥാകാലം ആ വേണ്ട കാലങ്ങളിൽ ആ വർഷം ചെയ്തു. പർജന്യ ഇവ തർപ്പയൻ ആ തൃപ്തിക്ക് ഒത്ത വിധം ആ മേഘത്തെ എന്ന പോലെ ആ വർഷിച്ചിരുന്നു. സമുദ്ര ഇവ സമുദ്രത്തെ പോലെ അറിവാൻ ആകാത്തവനും പ്രഭാവം കൊണ്ട് ആ പർവ്വതരാജാവിനെ പോലെയും ആയിരുന്നു ആ പൃഥുമഹാരാജാവനത്തം. യഥാകാമം ഇച്ഛാനുസാരേണ തർപ്പയൻ തൃപ്തിക്കൊത്ത വിധം പർജന്യ ഇവ മേഘമെന്ന പോലെ വർഷതിസ്മ വർഷിച്ചിരുന്നു. സമുദ്ര ഇവ സമുദ്രത്തെ പോലെ ദുർബോധ ഉൾത്തട്ടറിവാനാകാത്തവനും സത്വേന പ്രഭാവം കൊണ്ട് അചലരാട് ഇവ പർവ്വതരാജാവിനെ പോലെയും ആയിരുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് യഥാകാമം തർപ്പയൻ പർജന്യ ഇവ വർഷതി സ്മ സമുദ്ര ഇവ ദുർബോധ സത്വേന അചലരാട് ഇവ ഒന്നുകൂടി പറയാം. യഥാകാമം തർപ്പയൻ പർജന്യ ഇവ വർഷതി സ്മ സമുദ്ര ഇവ ദുർബോധ സത്വേന അചലരാട് ഇവ ഇച്ഛാനുസാരേണ തൃപ്തിക്കൊത്ത വിധം ആ മേഘം എന്ന പോലെ വർഷിച്ചിരുന്നു. സമുദ്രത്തെ പോലെ ഉൾത്തട്ടറിവാൻ ആകാത്തവനും പ്രഭാവം കൊണ്ട് ആ പർവ്വതരാജാവിനെ പോലെയും ആയിരുന്നു. മേഘം വർഷിക്കുന്ന പോലെ അദ്ദേഹം ആ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തോടും പ്രഭാവം കൊണ്ട് മേരുപർവ്വതത്തോടും കിടപിടിക്കുന്നവനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഘം വർഷിക്കുന്നത് പോലെ അദ്ദേഹം ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് കൊണ്ടുള്ള ആളായിരുന്നു. ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തോടും പ്രഭാവം കൊണ്ട് മേരുപർവ്വതത്തോടും കിടപിടിക്കുന്ന ആളും ആയിരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹം മേഘമെന്ന പോലെ ലോകത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് യഥാവിധം കാമം വർഷിച്ചു. സമുദ്രം പോലെ ഗാംഭീര്യത്താൽ അറിയപ്പെടാൻ കഴിയാത്തവനും ശക്തി കൊണ്ട് മഹാമേരുവിനും തുല്യനായിത്തീർന്നു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. സമുദ്രത്തിൻ്റെ ആഴം അറിയാൻ കഴിയാത്തതുപോലെ രാജാവിൻ്റെ അഭിപ്രായം അന്യന്മാർക്ക് അറിയാൻ സാധിക്കാതിരുന്നു. മേരുപർവ്വതം എന്ന പോലെ സ്ഥൈര്യമുള്ളവനും യമനെപ്പോലെ ശിക്ഷയിൽ പക്ഷപാതമില്ലാത്തവനും ഹിമവാനെപ്പോലെ ആശ്ചര്യ ഗുണങ്ങൾ ഉള്ളവനുമായിരുന്നു. കുറേ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ക്ഷമയാ ഭൂരിവ അഭീഷ്ടത സ്വർഗ ഇവ പർജന്യ ഇവ യഥാകാമം മേഘങ്ങളെപ്പോലെ വേണ്ട ആഗ്രഹങ്ങളെയൊക്കെ തർപ്പിച്ചു. സമുദ്ര ഇവ ദുർബോധ സമുദ്രത്തെ പോലെ അതിൻ്റെ ഉൾത്തട്ട് അറിയാൻ കഴിയാത്ത അത്ര ഗാഠമായിരിക്കുന്ന ആ ബോധാവസ്ഥയിലുള്ള ദുർബോധം ആളായിരുന്നു. ധൈര്യേണ മേരുപർവ്വതത്തെ പോലെ ധൈര്യമുള്ള ആളായിരുന്നു. അപ്പം എല്ലാ സകല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നർത്ഥം. പർജന്യവ യഥാകാമം മേഘം വർഷിക്കുന്നത് പോലെ ആഗ്രഹങ്ങളെയൊക്കെ അദ്ദേഹം സാധിപ്പിച്ചു. ജനങ്ങളുടെ തർപ്പയൻ യഥാകാമം തർപ്പയൻ. അതുപോലെ സമുദ്ര ഇവ ദുർബോധ സമുദ്രത്തെ പോലെ അതിൻ്റെ ദുർബോധം അറിയാൻ പറ്റാത്തവൻ അത്രയും ജ്ഞാനസാഗരം ആയിത്തീർന്നു. ധൈര്യേണ മേരുപർവ്വതത്തെ പോലെ ധൈര്യം ഉള്ള ആളായിത്തീർന്നു. അപ്പോൾ
പർജന്യൈവ യഥാ കാമം തർപ്പയൻ സമുദ്രൈവ ദുർബോധ ധൈര്യേണ മേരുവത് എന്നുള്ളതാണ് വ്യാഖ്യാനം. പർജന്യൈവ യഥാ കാമം തർപ്പയൻ സമുദ്രൈവ ദുർബോധ ധൈര്യേണ മേരുവത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിലെ ധർമ്മരാടിവ ശിക്ഷായാം ആശ്ചര്യേ ഹിമവാനിവ കുബേരൈവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ. ധർമ്മരാടിവ ശിക്ഷായാം ആശ്ചര്യേ ഹിമവാനിവ കുബേരൈവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ. അപ്പോൾ ശിക്ഷിക്കുന്ന കാര്യത്തിൽ യമധർമ്മരാജാവിനെ പോലെ, ധർമ്മരാട് ശിക്ഷായാം ധർമ്മരാട് ഇവ ധർമ്മരാജനെ പോലെ, അതുപോലെ ആശ്ചര്യം തോന്നിക്കുന്നതിൽ ഹിമവാൻ, ഹിമാലയ പർവ്വതത്തെ കണ്ടാൽ വലിയ ആശ്ചര്യം തോന്നും, അതുപോലെ ആശ്ചര്യം തോന്നിപ്പിക്കുന്നതിൽ ഹിമാലയ പർവ്വതത്തെ പോലെയായിരുന്നു. കുബേര ഇവ കുബേരനെ പോലെ, കോശാഢ്യ ധനസമ്പന്നൻ ആയിരുന്നു. വരുണൻ യഥാ വരുണനെ പോലെ, ഗുപ്താർത്ഥ പ്രത്യക്ഷപ്പെടാത്ത സമ്പത്തോടു കൂടിയവനും ആയിരുന്നു ആ പൃഥു മഹാരാജാവ്. അപ്പോൾ ധർമ്മരാടിവ ശിക്ഷായ യമധർമ്മരാജനെ പോലെ ആണ്. എന്ത് കാര്യത്തിൽ? ശിക്ഷായ ശിക്ഷിക്കുന്ന കാര്യത്തിൽ യമധർമ്മരാജാവിനെ പോലെ ആയിരുന്നു. ആശ്ചര്യേ ഹിമവാനിവ ആശ്ചര്യകരമായിരിക്കുന്ന അവസ്ഥ ഹിമവാൻ ഹിമാലയത്തിലാണുള്ളത്. അപ്പോൾ ഹിമാലയത്തിനെ പോലെ ആശ്ചര്യം എന്ന് തോന്നിപ്പിക്കുന്ന ആളായിരുന്നു. കുബേരൈവ കോശാഢ്യോ കുബേരനെ പോലെ ധനസമ്പന്നൻ, കോശാഢ്യൻ ധനസമ്പന്നനായിരുന്നു. ഗുപ്താർത്ഥോ വരുണോ യഥാ വരുണനെ പോലെ ആ ഗുപ്താർത്ഥൻ പ്രത്യക്ഷപ്പെടാത്ത സമ്പത്തോടു കൂടിയവനും ആയിരുന്നു എന്നർത്ഥം. അതിലത്തെ പദങ്ങളെ ശിക്ഷായാം ശിക്ഷിക്കുന്ന കാര്യത്തിൽ, ധർമ്മരാജ് ഇവ യമധർമ്മരാജനെ പോലെയും, ആശ്ചര്യേ ആശ്ചര്യം തോന്നിക്കുന്നതിൽ, ഹിമവാൻ ഇവ ഹിമാലയ പർവ്വതം പോലെയും, കുബേരഹ ഇവ കുബേരനെ പോലെ, കോശാഢ്യ ധനസമ്പന്നനും, വരുണ യഥാ വരുണനെ പോലെ, ഗുപ്താർത്ഥ പ്രത്യക്ഷപ്പെടാത്ത സമ്പത്തോടു കൂടിയവനും ആയിരുന്നു. ഒന്നുകൂടി പറയാം. ശിക്ഷായാം ശിക്ഷിക്കുന്ന കാര്യത്തിൽ, ധർമ്മരാടി യമധർമ്മരാജാവിനെ പോലെയും, ആശ്ചര്യേ ആശ്ചര്യം തോന്നിപ്പിക്കുന്നതിൽ, ഹിമവാൻ ഇവ ഹിമാലയ പർവ്വതം പോലെയും, കുബേരഹ ഇവ കുബേരനെ പോലെ, കോശാഢ്യ ധനസമ്പന്നനും, വരുണ യഥാ വരുണനെ പോലെ, ഗുപ്താർത്ഥ പ്രത്യക്ഷപ്പെടാത്ത സമ്പത്തോടു കൂടിയവനും ആയിരുന്നു പൃഥു മഹാരാജാവ്. ധർമ്മരാടിവ ശിക്ഷായാം ആശ്ചര്യേ ഹിമവാനിവ കുബേര ഇവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ. ശിക്ഷിക്കുന്ന കാര്യത്തിൽ യമതുല്യനും, ആശ്ചര്യത്തിൽ ഹിമാലയ തുല്യനും, ധനത്തിൽ കുബേരതുല്യനും, വരുണനെ പോലെ അറിയപ്പെടാത്ത സമൃദ്ധ ധനത്തോടു കൂടിയവനും ആയിരുന്നു പൃഥു മഹാരാജാവ്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴം അറിയാൻ കഴിയാത്ത പോലെ രാജാവിൻ്റെ അഭിപ്രായം അന്യന്മാർക്ക് അറിയാൻ സാധിക്കാതിരുന്ന ആ മേരുപർവ്വതം എന്ന പോലെ സ്ഥൈര്യമുള്ളവനും, യമനെന്ന പോലെ ശിക്ഷയിൽ പക്ഷപാതമില്ലാത്തവനും, ഹിമവാനെപ്പോലെ ആശ്ചര്യ ഗുണങ്ങളുള്ളവനും ആയിരുന്നു. ഭണ്ഡാരം സർവഥാ പരിപൂർണം ആയിരുന്നതിനാൽ കുബേരന് സദൃശനും, പദാർത്ഥങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വരുണ സദൃശനും, ജനങ്ങൾക്ക് ദേഹബലം, മനോബലം, ഇന്ദ്രിയബലം എന്നിവയെ നൽകുവാൻ തക്കവിധം പരിപാലിക്കുന്നവനായതിനാൽ സർവാത്മാവായിരിക്കുന്ന വായുവിനോട് സദൃശനും ആയിരുന്നു പൃഥു മഹാരാജാവ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ ശിക്ഷായാം യമവത് ശിക്ഷ നൽകുന്ന കാര്യത്തിലെ യമധർമ്മരാജാവിനെ പോലെയും, കുബേര ഇവ ധനി ധനം സമൃദ്ധിയിലെ കുബേരന് തുല്യനും, വരുണ ഇവ ഗുപ്താർത്ഥ കാണപ്പെടാത്ത അറിയപ്പെടാത്ത സമ്പത്തോട് കൂടിയിരിക്കുന്ന അത്രയും അർത്ഥമുള്ള വരുണനെ പോലെയും ആയിരുന്നു പൃഥു മഹാരാജാവ്. ശിക്ഷായാം യമവത് കുബേര ഇവ ധനി ശിക്ഷ നൽകുന്ന കാര്യത്തിൽ യമധർമ്മരാജാവ് പോലെയും, കുബേര ഇവ ധനി ധനസമൃദ്ധിയിൽ കുബേരനെ പോലെയും, വരുണ ഇവ ഗുപ്താർത്ഥ അളക്കാൻ ആവാത്ത അറിയപ്പെടാത്ത സ്വത്തുള്ള
വരുണൻ പോലെയാണ്. അത്രയുമുള്ള സമ്പത്തുള്ള ആളായിരുന്നു ആ പൃഥു മഹാരാജാവ്. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ശിക്ഷായാം യമവത് കുബേര ഇവ ധനി വരുണ ഇവ ഗുപ്താർത്ഥ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.